വെൽക്കം ബാക്ക് ടു NKL EDITS. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു കിഡിലൻ ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നമ്മളിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാനിപ്പോൾ 4:5 റേഷ്യോ ആണ് എടുക്കുന്നത്. ദെൻ ഞാൻ ഒരു പ്രൊജക്റ്റ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തു. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിലേക്ക് വന്ന ശേഷം ഒരു 3 ഫോട്ടോസ് നമുക്കിതിന് വേണം. അപ്പോൾ ഒരു 3 ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റായിട്ട് 3 ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലെ ഓരോ ബീറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ പറയുന്ന ഈ ഒരു പൊസിഷൻസിൽ ഫസ്റ്റ് നമ്മൾ 0ലാണ് ചെയ്യുന്നത്. ദെൻ നമ്മൾ 0.19 ഓക്കെ കറക്റ്റായിട്ട് ഇതാ ഇവിടെ വന്നൊരു മാർക്ക് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ 1.6ലാണ് അടുത്തൊരു മാർക്ക് വരുന്നത്. അവിടെ കറക്റ്റായിട്ട് 1.6 മാർക്ക് ചെയ്യുക. ദെൻ വന്ന് 1.21 ഇതേപോലെ ഇത്രയും സ്ഥലത്ത് മാർക്ക് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ലേയേഴ്സും ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് എൻഡായി വന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഓരോ ലേയേഴ്സ് ഇതേപോലെ അറേഞ്ച് ചെയ്യുക. അതായത് ഫസ്റ്റ് ക്ലിപ്പ് ഇവിടം വരെ മാത്രമേ ഉള്ളൂ, അപ്പം അത്ര വരെ മാത്രം സെറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ ക്ലിപ്പ്, ദെൻ മൂന്നാമത്തെ ക്ലിപ്പ്, ഇതേപോലെ എല്ലാ ക്ലിപ്പും അതേപോലെ നിങ്ങൾ എത്ര ക്ലിപ്പാണോ യൂസ് ചെയ്യുന്നത് അത്രയും ക്ലിപ്പ് ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ ക്ലിപ്പൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു രീതിക്ക് ക്ലിപ്പൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഫസ്റ്റത്തെ ക്ലിപ്പിലേക്ക് വരിക. ദെൻ നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക. ഇവിടെ സ്കെയിൽ ടൂളിൻ്റെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്വൈപ്പ് ഹിയർ ടു മൂവ് പൈവറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷനിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു പോയിൻ്റ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു കറുപ്പ് പോയിൻ്റ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അതൊന്ന് ഈ ഒരു സൈഡിലേക്കായിട്ട് കൊണ്ടുവരിക. ഈ ഒരു സൈഡിലേക്കായിട്ട് നമ്മൾ കൊണ്ടുവരിക. ദെൻ അവിടെ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ റൊട്ടേഷനിലേക്ക് വരിക. റൊട്ടേഷനിൽ വന്ന് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിൽ ഇതേപോലെ ഒരു കീ ഫ്രെയിം, 2 കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്തിട്ട് എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് -170ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു കീ ഫ്രെയിമും ഇതേപോലെ ഫസ്റ്റിൽ എൻഡിലായി സെറ്റ് ചെയ്ത ശേഷം നമ്മളൊരു കർവ് ഇവിടെ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കർവ് ഇവിടെ കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, എനേബിൾ ഓവർഷൂട്ട് കൊടുത്തിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് നമ്മൾ ആ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ബാക്ക് വരിക. നമ്മൾ ഇത്രയും സെറ്റ് ചെയ്ത ശേഷം ബാക്ക് വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളതിൽ മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ആഡ് എഫക്ട്സിൽ ബ്ലറിൽ മോഷൻ ബ്ലർ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്ലിപ്പിലേക്കാണ് വരുന്നത്. അപ്പോൾ അടുത്ത ക്ലിപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക. നേരത്തെ പോലെ തന്നെ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ അപ്പോൾ നമുക്ക് പൈവറ്റ് പോയിൻറ്റിൻ്റെ ആ ഒരു ഓപ്ഷൻ എനേബിളായി വരും. നേരത്തെ പോലെ സെയിം പ്ലേസിലേക്ക് നമ്മളത് മൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു കോർണറിലേക്കാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ അഗെയിൻ റൊട്ടേഷനിലേക്ക് വന്നിട്ട് ഇതേപോലെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വന്ന് നമ്മൾ ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ +170ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കാം. നേരത്തെ -170 ആയിരുന്നു, ഇവിടെ നമ്മൾ പോസിറ്റീവാണ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ബാക്ക് വരിക. ഇനി നമ്മളിവിടെ വന്ന് ഒരു കർവ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കർവാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു കർവ് നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു കർവ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നേരത്തെ കൊടുത്ത ആ 2 എഫക്ട്സും കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ അത്യാവശ്യം ലാഗ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ദെൻ ഇതിൻ്റെ എൻഡിലായി വന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു ക്ലിപ്പിൻ്റെ എൻഡ് വരെ മാത്രമേ നമുക്കത് വേണ്ടൂ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അത് വന്ന് ഇതേപോലെ ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ആ ഒരു റെക്റ്റാങ്കിൾ ആ ഒരു ഫോട്ടോയും കൂടി ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ദെൻ ആ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്ക് നമ്മൾ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ പൈവറ്റ് പോയിൻ്റ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു മുകൾ ഭാഗത്തേക്ക് സെറ്റ് ചെയ്യുക. നേരെ സെൻറ്ററിലായിട്ട് മുകളിലേക്ക് ഇതേപോലെ സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ റൊട്ടേഷനിലേക്ക് വരിക. റൊട്ടേഷനിലേക്ക് വന്ന ശേഷം നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. ഓക്കെ, ഇതേപോലെ 2 കീ ഫ്രെയിംസ് ഫസ്റ്റിലും എൻഡിലും ആയിട്ട് സെറ്റ് ചെയ്തിട്ട് എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ -170ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റ് -170ലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഇതേപോലെ ആ ഒരു കീ ഫ്രെയിം വന്ന് ഫസ്റ്റിലും എൻഡിലുമായിട്ട് സെറ്റ് ചെയ്യുക. എനിക്കിപ്പോൾ നല്ല രീതിക്ക് ലാഗ് വരുന്നുണ്ട്.
അപ്പോൾ ഇതേപോലെ ഫസ്റ്റിലും എൻഡിലുമായി സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കർവ് കൊടുക്കുക. ഓക്കെ, ഈ ഒരു കർവാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഈ ഒരു കർവ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിലും നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു എഫക്ട്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് മറക്കരുത്. ഈ ഒരു എഫക്ട്സ് എന്തായാലും പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്യുക, തേർഡ് ക്ലിപ്പിലേക്ക് വരിക. അതിനു മുമ്പ് ഞാൻ ഈ ഒരു സെക്കൻഡ് ക്ലിപ്പ് ഓഫ് ചെയ്തിടുന്നുണ്ട് ലാഗ് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തേർഡ് ക്ലിപ്പിലേക്ക് വരിക. നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യുക, പൈവറ്റ് പോയിൻറ്റ് സെലക്ട് ചെയ്തിട്ട് ഇതാ നേരത്തെ പോലെ ടോപ്പിലേക്ക് സെറ്റ് ചെയ്യുക. ഇതിൻ്റെ നമ്മൾ ടോപ്പിലേക്കാണ് സെറ്റ് ചെയ്യുന്നത്. ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ റൊട്ടേഷനിലേക്ക് വരിക. 2 കീ ഫ്രെയിംസ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റത്തേൻ്റെ വാല്യൂ ഒന്ന് 165ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. -165ലേക്ക് +165ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു കീ ഫ്രെയിംസ് ഫസ്റ്റിലും എൻഡിലായിട്ട് ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു കർവ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ ഒരു കർവ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഫസ്റ്റായിട്ട് വന്നിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ കൊടുക്കുക. അതിനു മുമ്പ് നമ്മൾ ആ ഒരു ഫോട്ടോക്ക് നമ്മൾ ആഡ് ചെയ്ത ആ ഒരു എഫക്ട്സ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ആ ഒരു ക്ലിപ്പും ആ ഒരു റെക്റ്റാങ്കിളും ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. എനിക്ക് അത്യാവശ്യം ലാഗ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ക്ലിപ്പും ഇതേപോലെ ഫിൽ ആൻഡ് സ്ക്രീൻ, അതായത് റെക്റ്റാങ്കിൾ ആഡ് ചെയ്തെടുത്ത് ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക്, അതായത് ഈ ഒരു ഫസ്റ്റ് ക്ലിപ്പിലേക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എഫക്ട്സോ കാര്യങ്ങളോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സംഭവം ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതായത് നിങ്ങൾ നേരത്തെ ചെയ്ത മൂവ്മെൻറ്റിൻ്റെ അപ്പുറം ഇതിൽ ഞാനിപ്പോൾ നിങ്ങൾ ഈ രണ്ടാമത്തെ ക്ലിപ്പിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കൊടുത്തിട്ട് ഒരു എഫക്റ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇതിലും സൂം ട്രാൻസിഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ആ ഒരു എഡ്ജസ് ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ആ ഒരു റെക്റ്റാങ്കിൾ ഇതേപോലെ കറക്റ്റായിട്ട് സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ എൻഡിലായി വന്ന്, അതായത് നമുക്കിതിപ്പോൾ ഒരു 2 സെക്കൻഡ് വരെയൊക്കെ കിട്ടും. അത് നമ്മൾ ഇതേപോലെ 1.21 വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലാണ് നമുക്ക് കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തേണ്ടതുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റിലേക്ക് വരിക, ഇവിടെ അതായത് സൂമിലേക്ക് വരിക. ദെൻ നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾക്കിത് 2ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ വന്ന് 0.14 അടുത്തൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഇത് നമ്മൾ കുറച്ച് കൊടുക്കുമ്പോൾ നമുക്കിതാ ഈ ഒരു രീതിക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് എത്രയാണോ അതിൻ്റെ ഒരു സൈസ് വരേണ്ടത് വെച്ചാൽ അത്രയും നിങ്ങൾ സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സൂം ഔട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളിവിടെ ഒരു കർവ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ സെൻട്രലായിട്ട് വരിക. നമ്മളിവിടെ കൊടുക്കുന്ന കർവ് പറഞ്ഞാൽ ഈ ഒരു കർവാണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു കർവ് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. ദെൻ നമ്മൾ ബാക്ക് വന്ന ശേഷം നമ്മൾ അടുത്തൊരു ഇതാണ് കൊടുക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ 1.6 അടുത്ത കീ ഫ്രെയിം വരുന്നത്. ഇതേപോലെ കറക്റ്റായിട്ട് 1.6 കൊടുക്കുക. ദെൻ വന്ന് 1.21 അടുത്ത കീ ഫ്രെയിം. അപ്പോൾ അടുത്ത കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ നമ്മളിത് സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം, രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ. ദെൻ നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് എൻഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന കർവ് പറഞ്ഞാൽ ഈ ഒരു 4th കർവാണ്. അത് നിങ്ങളുടെ ആ റൊട്ടേഷനും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് ഈ കർവൊക്കെ കൊടുക്കുക, നല്ല നീറ്റായിട്ട് തന്നെ കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡെമോ പോലെ കാണിച്ചു തരാം. ഓക്കെ, ഇത്രയും ചെയ്ത ശേഷം നമ്മളതിന് നേരെ റൊട്ടേഷനിലേക്കാണ് വരുന്നത്. റൊട്ടേഷനിലേക്ക് വന്ന ശേഷം നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത ശേഷം നമ്മൾ അടുത്തൊരു കീ ഫ്രെയിം എന്ന് പറയുന്നത് 0.29 അടുത്തൊരു കീ ഫ്രെയിം വരുന്നത്. ഓക്കെ, കറക്റ്റായിട്ട് ഇവിടെ വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഒന്ന് -180 ആക്കി കൊടുക്കുക. ഇതേപോലെ കറക്റ്റായി ഈ ഒരു വാല്യൂ സെറ്റ് ചെയ്യുക. ദെൻ ഇവിടെ വന്ന് നമ്മളൊരു 4th കർവ് കൊടുത്തിട്ട് ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഗ്രാഫിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന റൊട്ടേഷൻ അനുസരിച്ച്, നിങ്ങൾ ഫസ്റ്റ് ക്ലിപ്പിൽ കൊടുത്ത ആ റൊട്ടേഷൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ഈ ഒരു കർവ് നിങ്ങൾ കറക്റ്റാക്കി കൊടുക്കുക. ഞാനിപ്പോൾ കൊടുക്കുന്നത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ചെയ്യുന്ന വീഡിയോക്ക് അനുസരിച്ച്, ആ റൊട്ടേഷനും കാര്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ ആ ഒരു കർവ് കറക്റ്റായി കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഇനി ഏറ്റവും എൻഡിലായിട്ടാണ് അടുത്തൊരു റൊട്ടേഷൻ കൊടുക്കേണ്ടത്. എൻഡ് പോയിൻറ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഇതേപോലെ 0 ആക്കി കൊടുക്കുക. ദെൻ ഇതേപോലെ എൻഡിലായി സെറ്റ് ചെയ്തിട്ട് ഇവിടെയും നമ്മളൊരു 4th കർവാണ് കൊടുക്കുന്നത്. ഈ ഒരു രീതിക്കാണ് ഈ ഒരു കർവ് വരുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി ഇതൊരിക്കൽ ചെയ്തുകൊണ്ടാണ് ഇത്ര വേഗം ഈ ഒരു കർവ് കൊടുക്കുന്നത് നോക്കിയിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടേതായ ഒരു പെർഫെക്ഷനിൽ ചെയ്യാൻ നോക്കുക. ഓക്കെ,
ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു ക്ലിപ്പിന് വന്ന് നമ്മൾ മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുത്ത് വാല്യൂം കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ എഗെയിൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അത് വന്ന് നമ്മൾ ഫിൽ സ്ക്രീൻ ചെയ്യുക. അതുപോലെ തന്നെ കളർ ആൻഡ് ഫില്ല് വന്നിട്ട് അതിൻ്റെ കളർ വന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുക. ദെൻ നമ്മൾ ഇതേപോലെ എൻഡ് പോയിൻറ്റിൽ വന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഇതേപോലെ നേരത്തെ റെക്റ്റാങ്കിളിൻ്റെ താഴെയായിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ കറക്റ്റായി താഴെയായിട്ട് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് മോഷൻ ബ്ലറിൽ ഇപ്പോൾ കുറേ ഓപ്ഷൻസും കാര്യങ്ങളും വന്നതുകൊണ്ട് തന്നെ പൊസിഷൻ, സ്കെയിൽ, ആംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നമ്മൾ പൊസിഷനും സ്കെയിലും കട്ട് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ ചില സ്ഥലത്തൊരു വളവ് അങ്ങനത്തെ ഇതേപോലെ എൻഡ് പോയിൻറ്റിലൊക്കെ കാണാൻ സാധിക്കും. ആ എഡ്ജസിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്തിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാം, ഓപ്ഷനിലാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ 2 ക്ലിപ്പും സെലക്ട് ചെയ്യുക. അതായത് 2 റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് 3ാമത്തെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കൊടുക്കുക. ഓക്കെ, 3ാമത്തെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കൊടുത്ത ശേഷം നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്ക് സെലക്ട് ചെയ്യുക. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ കോൺട്രാസ്റ്റിൽ സോഫ്റ്റ് ലൈറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, താഴെയിലെ എല്ലാ ക്ലിപ്പും എനേബിൾ ചെയ്ത് കൊടുത്താൽ നമുക്കിതാ നമ്മൾ പ്രിവ്യൂവിൽ കാണിച്ച ആ ഒരു കറക്റ്റ് ട്രാൻസിഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ ഞാനിപ്പോൾ പ്ലേ ചെയ്താൽ ശരിയാവില്ല, കറക്റ്റായിട്ട് നിങ്ങൾക്ക് തിരിയില്ല. ആ ഒരു പ്രിവ്യൂവിൽ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് പറഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ലാഗ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ പ്രിവ്യൂവിൽ കണ്ട ആ ഒരു കിടിലൻ ട്രാൻസിഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിലാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.